PSC ക്രൗഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയുള്ള ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി 200 ഡേ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ഒരു 3-4 ദിവസമായിട്ട് അതൊന്ന് ജസ്റ്റ് മുടങ്ങി പോയിട്ടുണ്ടായിരുന്നു. കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് എനിക്ക് തുടരാൻ സാധിച്ചില്ല. ഒരു 4 ദിവസം ഡിലേ വന്നിട്ടുണ്ട്. വീണ്ടും ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് ഓൾറെഡി തന്നെ പഠിച്ചു പോയിട്ടുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള ചോദ്യം ഉത്തരം എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അസിസ്റ്റന്റ് സെയിൽസ്മാന് ചോദിക്കാൻ സാധ്യതയുള്ള ജനറൽ പേപ്പേഴ്സ്, അതായത് 2024-2023 PSC നടത്തിയുള്ള അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന മുൻവർഷ ചോദ്യ പേപ്പറുകളും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള OMR ഷീറ്റ്, ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള SCRT പാഠപുസ്തകം, നേരത്തെ ഉണ്ടായിരുന്ന SCRT പാഠപുസ്തകത്തിന് ബേസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എല്ലാം ഒരു കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ആർക്കും വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയായിരുന്നു പഠിച്ചു? പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പൊതുവിജ്ഞാനം മൊത്തം നമ്മൾ നോക്കി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാ? കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലെ. അപ്പൊ സ്ത്രീകള്, കുട്ടികൾ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കുറെ നിയമങ്ങൾ അതുപോലെ തന്നെ കുറെ പദ്ധതികളും ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുതിർന്ന ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അപ്പൊ ആദ്യമായിട്ട് PSC ക്രൗഡ് യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണേ. അപ്പൊ നമുക്ക് പഠിക്കാം കുട്ടികളുടെ സംരക്ഷണ പദ്ധതികൾ. അപ്പൊ നമുക്ക് നോക്കാം ഓരോരോ പദ്ധതികൾ എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ പോഷക ബാല്യമാണ് കേട്ടോ. അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് ഏത്? പോഷക ബാല്യം എന്ന് പറയുന്നത്. അപ്പൊ അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? പോഷക ബാല്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. അടുത്തത് കരുത്താണ്. കരുത്തിന്റെ പ്രത്യേകത എന്താ? പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കരുത്ത്. പെൺകുട്ടികൾക്ക് ആയോധന കലകളില് പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് നമ്മുടെ കരുത്താണ് കേട്ടോ. സമൂഹത്തിന് ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്ക് സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ബാലനിധിയാണ്. അപ്പൊ സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്ക് സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ബാലനിധിയാണ്. പോഷക ബാലത്തിന്റെ പ്രത്യേകത എന്താ? അംഗനവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം മുട്ടയും പാലും നൽകുന്ന പദ്ധതിയാണ് പോഷക ബാല്യം. കരുത്തെന്താണ്? പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എന്താണ്? ബാലനിധി. സമൂഹത്തിന്റെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി എന്ന് പറയുന്നത്. ഇനി മാലാഖ എന്താണെന്ന് നോക്കാം കേട്ടോ. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസിന്റെ പദ്ധതി. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസിന്റെ പദ്ധതിയാണ് ഏത്? നമ്മുടെ മാലാഖ എന്ന് പറയുന്നത്. അടുത്തത് കരുതലാണ്. വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കരുതല്. അപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏതാ? മാലാഖ. കരുതൽ എന്താണ്? വിഷമ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനായി കേരള സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? കരുതൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ശരണ ബാല്യം എന്താണെന്ന് നോക്കാം കേട്ടോ. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല, ഭിക്ഷാടനം, ബാലചൂഷണം എന്നിവ തടയുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ശരണബാല്യം കേട്ടോ. അപ്പൊ ശരണ്യബാല്യം എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, ബാലവേല ആയിക്കോട്ടെ, ബാലഭിക്ഷാടനം ആയിക്കോട്ടെ, ബാലചൂഷണമായിക്കോട്ടെ തടയുന്നതിന് വനിതാ ശിശു വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? ശരണബാല്യം എന്ന് പറയുന്നത്. അടുത്തത് സഹിതമാണ്. വിദ്യാർത്ഥികൾക്ക് അക്കാദമിക മികവിനോടൊപ്പം സാമൂഹ്യ ബോധം വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം. വിദ്യാർത്ഥികൾക്ക് അക്കാദമിക മികവിനോടൊപ്പം സാമൂഹ്യ ബോധം വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? സഹിതമാണ് കേട്ടോ. അടുത്തത് നിർഭയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ആക്രമണം തടയുന്നതിനുള്ള കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏത്? നിർഭയം എന്ന് പറയുന്നത്. നിർഭയം പദ്ധതി ആരംഭിച്ചത് 2014 ഫെബ്രുവരി 7-നാണ്. എന്നാണ്? 2014 ഫെബ്രുവരി 7-നാണ്. അപ്പൊ ശരണബാല്യം എന്താണ്? കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം, അതായത് ബാലവേലയും ഭിക്ഷാടനവും
ബാലചൂഷണമൊക്കെ തടയുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം. സഹിതം എന്താണ്? വിദ്യാർത്ഥികളുടെ അക്കാദമികനോടൊപ്പം സാമൂഹ്യ ബോധം വളർത്താനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഏത്? സഹിതം എന്ന് പറയുന്നത് എന്താണ്? നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ആക്രമണം തടയുന്നതിന് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. 2014 ഫെബ്രുവരി 7 ഇത് ആരംഭിച്ചത്. ഇനി കൂട്ട് എന്താണെന്ന് നോക്കാം. മൊബൈൽ ഫോണിന് അടിമകൾപ്പെട്ട കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്. സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജമാക്കുന്നതിനും കേരള പോലീസ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സംഘടനയുമായി കൈകോർത്ത് കേരളം നടപ്പിലാക്കുന്ന സമഗ്ര ബോധവൽക്കരണ നിയമസഹായിയാണ് കൂട്ടെന്ന് പറയുന്നത്. അപ്പൊ മൊബൈൽ ഫോണിനെ അടിമപ്പെട്ട കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കൂട്ടാണ് കേട്ടോ. ഇനി പ്ലേ ഫോർ ഹെൽത്ത് എന്താണെന്ന് നോക്കാം. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം കായികക്ഷമത എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? പ്ലേ ഫോർ ഹെൽത്ത്. കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം കാര്യക്ഷമത എന്നിവ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി പ്ലേ ഫോർ ഹെൽത്ത് ആണ്. ഇനി പിങ്ക് പോലീസ് പെട്രോൾ എന്താണെന്ന് നോക്കാം. 1515 ഡയൽ ചെയ്താൽ GPS സംവിധാനത്തിലൂടെ കൃത്യമായി സ്ഥലം കണ്ടെത്തുന്ന വനിതാ പോലീസിന്റെ വാഹന സംവിധാനമാണ് ഏത്? പിങ്ക് പോലീസിന്റെ പെട്രോൾ എന്ന് പറയുന്നത്. 1515 ഡയൽ ചെയ്താൽ GPS സംവിധാനത്തിലൂടെ കൃത്യമായി സ്ഥലം കണ്ടെത്തുന്ന സഹായിക്കുന്ന വനിതാ പോലീസ് എന്താണ് വാഹന സംവിധാനമാണിത്. പ്ലേ ഫോർ ഹെൽത്ത് എന്താണ്? കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യം കാര്യക്ഷമത എന്നിവ ഉണർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്ലേ ഫോർ ഹെൽത്ത്. ഇനി ആശാഭവൻ എന്താണെന്ന് നോക്കാം. മാനസികമായി സുഖം പ്രാപിച്ചിട്ടും നോക്കാൻ ആരുമില്ലാത്ത നിലാരംബരായ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണേത്? ആശാഭവൻ കേട്ടോ. നിലവിൽ സംസ്ഥാനത്ത് 6 ആശാഭവനാണുള്ളത്. സ്ത്രീകൾക്ക് 3 എണ്ണം തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലും, പുരുഷന്മാർക്ക് 3 എണ്ണം എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ മാനസികമായി സുഖം പ്രാപിച്ചിട്ടും നോക്കാൻ ആരുമില്ലാതെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിക്കുന്ന പ്രവർത്തിച്ചുള്ള പദ്ധതിയാണ് ഏത്? ആശാഭവൻ. നിലവിൽ 6 എണ്ണമാണ് കേരളത്തില് ഉള്ളത്. ഇനി മഴവില്ല് എന്താണെന്ന് നോക്കാം കേട്ടോ. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല്. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയുടെ പേരെന്താണ്? മഴവില്ല് എന്നാണ് കേട്ടോ. മറ്റൊന്ന് പരിരക്ഷാ പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനെ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? പരിരക്ഷ പദ്ധതി. അപ്പൊ എന്താണ് മഴവില്ല്? ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതിയാണ് മഴവില്ല്. പരിരക്ഷ പദ്ധതി എന്താണ്? ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? പരിരക്ഷ പദ്ധതി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു പോയത്. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി കൃത്യമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സിലബസിനെ മുഴുവൻ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യം ഉത്തരമായിട്ട് മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ആക്കി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് സിലബസ് കവർ ചെയ്ത് പോകാൻ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്തായാലും ഹെൽപ്പ് ആവുന്നതായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പ്രീവിയസ് ഇയർ സെറ്റ് 2024-2023 അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിലബസിന് സിമിലാരിറ്റി വരുന്ന പ്രീവിയസ് ഇയർ സെറ്റ്, കൂടാതെ SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.